നമസ്കാരം, ഫാസിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൃഷിയിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഒരുപാട് വിഷമം വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ ജീവിതമാർഗമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കല്ല ഞാനിത് പറയുന്നത്. കാരണം അവർക്ക് കൃഷിനെ പറ്റി അറിയാം, എല്ലാ കാര്യങ്ങളും അതൊക്കെ ചിന്തിച്ചതിന് ശേഷമാണ് അവർ ആ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ ആശിച്ചിട്ട് ചില ഒരു വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കണം എന്നുള്ളതൊക്കെ ആശ വെച്ചിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കുന്ന ആൾക്കാരുണ്ട് കൃഷി ചെയ്യുന്നത്. അപ്പം ഞാനൊക്കെ അങ്ങനെ വന്ന ഒരാളാണ്. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വലിയപ്പൊക്കെ കൃഷി ചെയ്യുന്നിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കൃഷി സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആശ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ വാടക വീട്ടിലായിരുന്നു, നമ്മൾ കൃഷി ചെയ്യാനുള്ളൊരു അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സ്വന്തം വീട് എത്തിയാൽ കൃഷി ചെയ്യണം എന്നുള്ളൊരു പൂതി കൊണ്ടാണ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയപ്പോൾ അവിടെ നിറച്ച് 3.5 സെൻറ്റ് വീടാണ്, നിറച്ച് അങ്ങോട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് വെച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാനും അതേപോലെ കൃഷി ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹം വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മളെ വരുമാനത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയിലേക്കൊക്കെ പ്ലാന്റ് വെക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നല്ല, എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് എന്നെ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഒരു കഥ കേട്ടിട്ട് ഞാൻ ആകെ ഷോക്കായി പോയിരിക്കുകയാണ്. ആ സുഹൃത്ത് ഒരു വർക്ക്ഷോപ്പിലൊരു ജോലിക്കാരനാണ്. അപ്പോൾ മൂപ്പർക്ക് കൃഷി ചെയ്യുക, ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വീട്ടിൽ വെക്കാൻ വേണ്ടി വളരെ ഭയങ്കരമായിട്ടുള്ള ആശയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മൂപ്പര് ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ വെക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ കഴിയുന്ന പൈസക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റ് വാങ്ങി വെക്കും. അപ്പോൾ വാങ്ങി വെച്ച് ലാസ്റ്റ് മൂപ്പര് കൃഷി എന്താണെന്ന് മൂപ്പര് പഠിച്ചിട്ടില്ലായിരുന്നു. കാരണം ഓരോ പ്ലാന്റ് ഇപ്പോൾ നഴ്സറിക്കാർ ഇന്ന പ്ലാന്റ് നല്ലതാണ്, ഇന്ന പ്ലാന്റ് 2000 ആണ്, ഇന്ന പ്ലാന്റിന് 1000 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് നമ്മളെ നാട്ടിൽ കായ്ക്കും, ഇത് നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും എന്നൊക്കെയുള്ള ആശയിൽ, കാരണം കൃഷി ചെയ്യാനുള്ളൊരു പൂതി കൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ ഫുള്ളായിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് വെച്ചത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ മൂപ്പരെ വീട് വരെ ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം 4.25 ലക്ഷം റുപ്യൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഈ 6 മാസം കൊണ്ട് മൂപ്പര് വീട്ടിൽ വെച്ച്, ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമല്ല അതിനുള്ള പരിചരണം, വളങ്ങൾ വാങ്ങൽ എല്ലാം കൂടി ആയിട്ട് മൂപ്പര് വാങ്ങി വെച്ച്. പക്ഷേ മൂപ്പര് കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോരോ പ്ലാന്റിനും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൂപ്പര് ചിന്തിച്ചില്ല. ലാസ്റ്റ് ഈ പ്ലാന്റുകളൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കായ്ക്കുന്നില്ല, കേടുപാടുകൾ വരാൻ തുടങ്ങി. മൂപ്പര് മാനസികമായിട്ട് ആകെ തളർന്നു പോയി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് മൂപ്പരെടുത്ത് നിന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാനും അതേപോലെ വന്ന ഒരാളാണ്. കാരണം ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ കൃഷി ചെയ്യണമെന്ന് വളരെ ആശിച്ചിട്ട് വീട്ടിൽ ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മറ്റ് കൃഷിനെ ഞാൻ പറയുന്നില്ല, കാരണം മറ്റു കൃഷിക്കൊന്നും വലിയ വില എക്സ്പെൻസ് അതിന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുക വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു മാവ് തന്നെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ, ഒരു ഫൂട്ടിൻ്റെ ഒരു മാവാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 250 റുപ്യ കൊടുക്കണം. അതൊരു 4 ഫൂട്ട് ആയി കഴിഞ്ഞാൽ അതിനൊരു 800 റുപ്യെങ്കിലും കൊടുക്കും. അതിൻ്റെ ഹൈറ്റ് കൂടാ വെച്ചാൽ 1200, 2000, 2500, 3000 റുപ്യാണ്. അങ്ങനെയാണ് നഴ്സറിക്കാർ, ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ നഴ്സറിക്കാരും ആ ഒരു രീതിയിലാണ് പൈസ വാങ്ങുന്നത്. ഇപ്പോൾ മറ്റു ഫ്രൂട്ട്സ്, ഇപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജബോട്ടിക്ക, അതുപോലത്തെ നമ്മൾ വിദേശ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെടിക്ക് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിക്ക് തന്നെ നമ്മൾ കൊടുക്കണം 1500 റുപ്യ, 2000 റുപ്യ, 1000 റുപ്യ, 800 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ ഇന്നെ പോലുള്ള വീഡിയോ, അതേപോലെ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കുന്ന ആൾക്കാരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ആശിച്ചിട്ട് ഓരോ പ്ലാന്റ് കൊണ്ടുപോയി വെക്കും. നമ്മളറിയാതെ ഇതിലേക്ക് പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു പ്ലാന്റ് വെക്കാന്നുണ്ട് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കുക. കാരണം നമുക്ക് ആശിച്ചിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മളെ ബഡ്ജറ്റിന് വെച്ചിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അതിനെ പറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് നട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പരിചരണം വേണം, എങ്ങനെയാണ് ഇത് കായ്ക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങുക. അങ്ങനെ പ്ലാന്റ് വാങ്ങിയിട്ട് വെക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ഒരു സന്തോഷം വന്നതിന് ശേഷം വീണ്ടും അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വീണ്ടും മറ്റു പ്ലാന്റുകളൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ വെക്കുന്ന പ്ലാന്റിൽ നിന്ന്, കാരണം നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് വെക്കുന്നത്, ആ പ്ലാന്റ് വെച്ചാൽ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, അതേപോലെ ആ പ്ലാന്റ് എത്ര വർഷം കൊണ്ടാണ് കായ്ക്കുക, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ല നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വെക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മളെ കൈമിലുള്ള ബഡ്ജറ്റ്. കാരണം നമ്മളൊക്കെ കൂലിപ്പണിക്കാരായിരിക്കും.
കാരണം എല്ലാവരും ഉദ്യോഗസ്ഥരാവില്ല, എല്ലാവരും ബിസിനസ്സുകാരാവില്ല, എല്ലാവർക്കും കൃഷി ചെയ്യാൻ ആശകളും ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്, കാരണം ഇതിന് മാത്രമായിട്ട് നമ്മളെ പാഷനാണ്, നമ്മളെ ആഗ്രഹമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ ജീവിതത്തിൻ്റെ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് ഇതിന് മാത്രം നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആശിച്ചിട്ട് വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട എന്താ, ഒരു മനസ്സമാധാനം. വെച്ചാൽ കുടുംബത്തിലാണെങ്കിലും നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് എപ്പോഴും ഒരു സന്തോഷം, മനസ്സമാധാനം കിട്ടണമല്ലോ. നമ്മൾ ആശിച്ചിട്ട് വെക്കുന്നല്ലോ പ്ലാന്റ് ഒക്കെ. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് എപ്പോഴും ടെൻഷനും വിഷമവും കാര്യങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കൃഷി, അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നമ്മൾ വീഡിയോ ഇതും കണ്ട് നഴ്സറികളിലെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ വെക്കുമ്പോൾ നമ്മളെ ബഡ്ജറ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അമിതമായിട്ട് വളങ്ങൾ വാങ്ങി കൊടുക്കരുത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരു പച്ചക്കക്കപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ടും അതേപോലെ ചെറിയൊരു കീടത്തിൻ്റെ ശല്യം ഉണ്ടായിട്ട് അതിനൊക്കെ ആയിട്ട് പോയതാണ് പുള്ളി. പക്ഷെ ആ പുള്ളിക്ക് ബില്ലായത് 900 രൂപേൻ്റെ മേലാണ് ബില്ലായത്. അപ്പോൾ നമ്മൾ അമിതമായിട്ട് പൈസ ചിലവാക്കിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക. നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള വളങ്ങൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള എല്ലാ വളങ്ങളും നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ആയിട്ട് തന്നെ കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊക്കെ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ കീടനാശിനികളൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാം. കൃഷിക്കായിട്ട് മാത്രമായിട്ട് നമ്മളെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ചിലവഴിക്കാതിരിക്കുക. നമ്മളെ ആശകൾ നമുക്ക് എല്ലാ കാലത്തും നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്കൊരു വിഷമം വരരുത്, നമ്മളെ കുടുംബത്തിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടരുത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം നഴ്സറിക്കാരൊന്നും ഞാൻ കുറ്റപ്പെടുത്തൂല, കാരണം അവർ വിദേശത്തുള്ള പല ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന പ്ലാന്റുകളും കായ്ക്കാത്ത പ്ലാന്റുകളും അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സെയിലിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ പല പരസ്യങ്ങളായിട്ടും പ്രൊമോഷനായിട്ടും മറ്റു ബ്ലോഗർമാരൊക്കെ വീഡിയോയിലൂടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആശ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് വാങ്ങി വെക്കാം. പക്ഷെ ആ പ്ലാന്റിനെ പറ്റി ആദ്യം നമ്മൾ പഠിക്കുക. അത് നമ്മളവിടെ കായ്ക്കുമോ, അത് എത്ര വർഷം കായ്ക്കണം, അതിൻ്റെ വില എങ്ങനെയാണ്, അതിൻ്റെ പരിചരണം എങ്ങനെയാണ്, നമ്മളെ ക്ലൈമറ്റിൽ തന്നെ അത് പിടിച്ച് കിട്ടും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൈമിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്ലാന്റ് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത് പരിചരിക്കാനുള്ള സമയം ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റും കൃഷികളൊക്കെ മേലെ ടെറസിൽ ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്കിത് പരിചരിക്കാനുള്ള സമയമില്ല, ജോലി തിരക്ക് കാരണം സമയമില്ല എന്നുണ്ടെങ്കിലും ഇത് നശിച്ചു പോവുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഏത് തരം കൃഷിയാണെന്നുണ്ടെങ്കിലും, പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ഇലകൾ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പോയി നിരീക്ഷിക്കണം. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി കീടനാശിനികൾ ഇല്ലാതാവും. കാരണം അത് സത്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഡെയിലി നോക്കാൻ ചിലപ്പോൾ ഒരു കേടുപാട് വരികയാണെന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ചിലപ്പോൾ നുള്ളിയിടേണ്ട കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, അത് നുള്ളിയിടുക. അപ്പോൾ ഇനിയിപ്പോൾ തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിലുള്ള കീടനാശിനികൾ അയച്ചാൽ പേപ്പർ മിശ്രിതമൊക്കെ തുടക്കത്തിൽ അടിച്ചു കൊടുത്താൽ അത് പരക്കാതെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മളെ കൃഷി സ്ഥലത്ത് നമ്മൾ പോവുക, എല്ലാ പ്ലാന്റുകളും ഒന്ന് നിരീക്ഷിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് നമ്മൾ കീടനാശിനികൾ ഇതിനൊക്കെ ഒന്നും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവനവന് കൃഷി പരിചരിക്കാനുള്ള സമയം കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വീട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് പിന്നെ ആ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതുപോലെ അനുഭവിക്കുന്നവരുണ്ട്. കാരണം ഇല്ലാത്ത പൈസ കൊടുത്ത് ഒരുപാട് പൈസ ചിലവാക്കി ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ വെച്ചിട്ട് കാര്യമായിട്ട് വിജയം പറ്റിയില്ല. ഒരുപാട് കടക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ അങ്ങനെ അനുഭവം വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുടുംബത്തിനും നമുക്കൊക്കെ സന്തോഷവും മനസ്സമാധാനമാണ് കിട്ടേണ്ടത്, ദുഃഖങ്ങളല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.